ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ചിന്നുമോൾ എന്താണെന്നറിയത്തില്ല, പതിവില്ലാതെ രാവിലെ നേരത്തെ എഴുന്നേറ്റു. 5 മണിയായപ്പോൾ എഴുന്നേറ്റ് കുറേ നേരം എന്നെ വിളിച്ചു. അപ്പം ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ് കുഞ്ഞിന് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാലൊക്കെ കാച്ചി കൊടുത്ത് പിന്നെ കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ എന്നെ കട്ടിലേന്ന് എഴുന്നേൽപ്പിച്ച് ഹോളിൽ കൊണ്ടുവന്നിരുത്തി അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയായിരുന്നു. പിന്നെ സമയം നോക്കിയപ്പോൾ 6:30, 6:45. പിന്നെ പിള്ളേരെ സ്കൂളിൽ വിടാനുള്ള ടൈമായല്ലോ. അന്നേരം ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ അവർ റെഡിയായി. പിന്നെ അവർക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് രാവിലെ ചോറ് അരി അടുപ്പയിലിട്ടു. പിന്നെ ഇന്ന് കഴിക്കാനായിട്ട് പിന്നെ സമ്മന്തി, പിന്നെ സോയാബീൻ വറുത്തത് മതിയുണ്ടായിരുന്നു. അപ്പം ഒരാൾക്ക് അത് മതിയെന്ന് പറഞ്ഞാൽ അതങ്ങനെ വെച്ചു. പിന്നെ ഇളയാൾ സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നത്. അങ്ങനെ 2 പേർക്കും 2 രീതിയിലുള്ള ഫുഡായിരുന്നു. രാവിലെ തേങ്ങാ സമ്മന്തി അരയ്ക്കാനായിട്ട് ഇതെല്ലാം ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പിള്ളേരെ കുളിപ്പിക്കാൻ വെള്ളം വെച്ചു. അങ്ങനെ സ്കൂളിൽ പോകുന്ന തിരക്കൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുഞ്ഞിനെ ഉറക്കി, പിള്ളേർ വിട്ട ശേഷം കുഞ്ഞിനെ ഉറക്കിയിട്ട് തുണിയിടുന്ന സ്റ്റാൻഡെല്ലാം ഒന്ന് തുടയ്ക്കണമായിരുന്നു. കുറേ ആയി തുടച്ചിട്ട്. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ചില്ലറ സമയം കിട്ടുമ്പോൾ നമുക്ക് പറ്റുന്ന പോലെ ചെയ്യും. എല്ലാം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം ഇതൊക്കെ ചെയ്യും. എന്നിട്ട് നനഞ്ഞ തുണിയും കൊണ്ടും ഡെറ്റോളൊക്കെ ഒഴിച്ച് തുടച്ച് അപ്പടി ഉറുമ്പും പൊടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി. പിന്നെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച്. കുറേ പഴയ തുണികളൊക്കെ ഉണ്ട്, അത് ഇനിയും കൊടുക്കണം. ഹരിതകർമ്മസേനക്കാർ വരുമ്പോൾ വേണം ഇതൊക്കെ കൊടുക്കാൻ. പിന്നെ പഴയ കുറേ ആൽബവും പിന്നെ ഫോട്ടോസും ഉണ്ടായിരുന്നു. ഫയലും പേപ്പേഴ്സും കാര്യങ്ങളും അതെല്ലാം ഒന്ന് പൊടി തട്ടിയെടുത്ത് എല്ലാം വൃത്തിയാക്കി തുടച്ചു. പിന്നെ പിള്ളേരുടെ ഡെയിലി യൂസ് ചെയ്യുന്ന സോക്സ് അതിങ്ങനെ സ്റ്റാൻഡിലിട്ടേക്കും. കാരണം അവിടെ ഇവിടെ ഇട്ടൊന്നും കാണത്തില്ല. അത് കാരണം സ്റ്റാൻഡിലിട്ടാൽ പെട്ടെന്ന് എടുക്കാമല്ലോ. പിന്നെ കുറേ തുണികളുണ്ടായിരുന്നു മടക്കാനായിട്ട്, ഉണങ്ങിയ തുണി. പിന്നെ ഈ പൊടിത്തുണിയുണ്ട്, അത് ഒരുപാടുണ്ട്. അത് ഇന്നലെ രാത്രി തന്നെ എല്ലാം മടക്കി വെച്ചു. ബാക്കി വലിയ തുണി മാത്രമേ ഉള്ളൂ. അത് പിള്ളേർ പോയി ശേഷം ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് ചെയ്തു. പിന്നെ രാവിലെ ഇന്ന് കഴിക്കാനായിട്ട് ചോറായിരുന്നു. ഇന്ന് വേറെ പ്രത്യേകിച്ച് പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല. എനിക്ക് എന്തെങ്കിലും പണി ചെയ്ത് കഴിയുമ്പോൾ കാപ്പി നിർബന്ധം. നോക്കിയപ്പോൾ കാപ്പി ഇല്ലായിരുന്നു. കാപ്പിയുടെ മട്ടായിരുന്നു. പിന്നെ കാപ്പിയുടെ മട്ടെങ്കിൽ മട്ട, എന്നാൽ പിന്നെ ഊറ്റി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും കുടിച്ചിട്ട് ചിന്നുമോൾക്ക് പാലും തിളപ്പിച്ചിട്ട് അങ്ങനെ പോയി. അതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ.